Hi all, welcome to my channel DM Tricks. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇങ്ങനെയാണ് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തൊക്കെ മൊഡ്യൂൾസ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ കൂടിയിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു ഫീൽഡ് വരുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, അതൊക്കെ പോയി കണ്ടിട്ട് ഈ വീഡിയോ കാണട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളൊരു ഇൻ്റർനെറ്റിൽ നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇൻ്റർനെറ്റിൽ അഡ്വർടൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഇൻ്റർനെറ്റിൽ ഒരു സ്പേസ് വേണം. എന്തിനാണ്? നമ്മുടെ കമ്പനിയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ കുറിച്ചിട്ട് മറ്റുള്ളവരെ ഇൻഫോം ചെയ്യാനായിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെബ്സൈറ്റ് ഡിസൈനിങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെബ്സൈറ്റ് ഡിസൈനിങ് ആണ്. ആ വെബ്സൈറ്റ് ഡിസൈനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് ആ വെബ്സൈറ്റ് ഡിസൈനിങ് ചെയ്തിട്ട് ആ വെബ്സൈറ്റ് നമ്മുടെ സെർച്ച് എഞ്ചിനിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ കുറച്ച് റാങ്ക് ചെയ്യിപ്പിക്കുക. റാങ്ക് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും നമ്മുടെ സർവീസ് റിലേറ്റഡ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡർ ആണെങ്കിൽ ആരെങ്കിലും എൻ്റെ അടുത്തുള്ളവർ അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെയുള്ളവർ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാണ് ഗൂഗിളിൽ പോയിട്ട് ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ തൃശ്ശൂർ അല്ലെങ്കിൽ കൊച്ചി എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ കാണിച്ചു കൊടുക്കണം അല്ലേ. നമ്മൾ സെർച്ച് നമ്മുടെ വെബ്സൈറ്റ് കാണിച്ചു കൊടുക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ അതിനെ വെബ്സൈറ്റിനെ SEO ചെയ്യണം. SEO എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ രണ്ടാമത് വരുന്നത് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ SEO ചെയ്തതിനെ റാങ്ക് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളായിട്ട് വരുന്നത് SEO. ഓക്കെ, നമ്മൾ SEO കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓർഗാനിക്കലി എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസയൊന്നും കൊടുക്കാതെ SEO പ്രാക്ടീസസ് ത്രൂ നമ്മൾ ചെയ്യുന്നു. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ, നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മുടെ ഗൂഗിളിൽ നമ്മുടെ വെബ്സൈറ്റ് ആഡായിട്ട് കാണിക്കാം നമുക്ക്. അതിനെയാണ് നമ്മൾ പറയുന്നത് PPC അഡ്വർടൈസിങ് അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ്. ഓക്കെ, അതാണ് തേർഡ് വേ എന്ന് പറയുന്നത്. തേർഡ് മൊഡ്യൂളായിട്ട് വരുന്നത് PPC അഡ്വർടൈസിങ്. പിന്നെ വരുന്നതാണ് SMM. SEO കഴിഞ്ഞ് കഴിഞ്ഞാൽ SMM എന്നുള്ള പ്ലാറ്റ്ഫോമുണ്ട്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ നമ്മൾ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകും. അപ്പോൾ വരുന്നതാണ് ഇമെയിൽ മാർക്കറ്റിംഗ്. ഇമെയിൽ ത്രൂ ഉള്ള മാർക്കറ്റിങ്ങിനെയാണ് നമ്മൾ ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ത്രൂ നമുക്ക് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയാം ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്സ് ഫ്ലിപ്കാർട്ടൊക്കെ നമ്മൾ വൺസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂസ് ലെറ്റേഴ്സ് അയക്കാറുണ്ട്. ന്യൂസ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇമെയിൽ ത്രൂ നമ്മളോട് പറയാറുണ്ട് ഇപ്പോൾ ബിഗ് ബില്യൺ സെയിം ഡേയ്സ് ആണ്, ഓഫേഴ്സ് ആണ്, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഓഫേഴ്സ് ആണ്, സെയിലാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വൺസ് ഒന്ന് നോക്കാനായിട്ട് നോക്കും. അതിനകത്ത് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആവാനും ചാൻസസ് ഉണ്ട്. അതാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ കസ്റ്റമറിനെ അല്ലെങ്കിൽ വൺസ് കസ്റ്റമർ ആയവർ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ആക്ടിവിറ്റി നമ്മുടെ വെബ്സൈറ്റിൽ ചെയ്തവരെ നമുക്ക് വീണ്ടും ട്രാക്ക് ചെയ്ത് വീണ്ടും നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആക്കി മാറ്റാനുള്ള അവസരമുണ്ട്. അതാണ് ഇമെയിൽ മാർക്കറ്റിംഗ്. പിന്നെ വരുന്നതാണ് എഫിലിയേറ്റ് മാർക്കറ്റിംഗ്. എഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് എഫിലിയേറ്റ്സ് ഇപ്പോൾ ജെയിംസ് ഒക്കെ നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, eBay അങ്ങനത്തെയൊക്കെ ജെയിൻ കമ്പനീസ് എല്ലാം എഫിലിയേറ്റ് പ്രോഗ്രാമിംഗ് നടത്തുന്നുണ്ട്. എഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ബൈ ചെയ്യുന്ന അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്ന ആളുടെ പ്രൊഡക്റ്റ് ആയിരിക്കില്ല കൊടുക്കുന്നുണ്ടാവുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മീഷോ റീസെല്ലിംഗ് ഹബ്ബ് അല്ലേ. മീഷോയിൽ എന്താ ചെയ്യുന്നത്? നമുക്ക് അവരുടെ പ്രൊഡക്ട്സ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഒരു രീതിയിൽ എഫിലിയേറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് ആൾക്കാർ നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമുക്കൊരു പെർട്ടിക്കുലർ കമ്മീഷൻ കിട്ടും. അപ്പോൾ അവർ സെയിൽ ചെയ്യുന്നതും സെല് ചെയ്യുന്നതും ഒക്കെ എന്താ അവരുടെ പ്രൊഡക്റ്റ് അല്ല, ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. ഇവർ ജസ്റ്റ് ഇന്റർമീഡിയേറ്ററി ആയിട്ട് വർക്ക് ചെയ്യുന്നു. അത്രയുള്ളൊരു കമ്മീഷൻ അവർക്ക് അതേത്തു ഒബ്റ്റെയിൻ ചെയ്യുന്നു. അതാണ് എഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല, നമുക്ക് നല്ല മാർക്കറ്റിംഗ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടാലൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കമ്മീഷൻ ബേസ് കിട്ടും. അതാണ് എഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അത് ത്രൂ നമുക്ക് നമ്മുടെ കമ്പനി ബിസിനസ് പ്രൊമോട്ട് ചെയ്യാം. അപ്പം അതിനും നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു മൊഡ്യൂളായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. പിന്നെ വരുന്നതാണ് കണ്ടന്റ് മാർക്കറ്റിംഗ്. ഈ കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ കണ്ടന്റ് ആണ്, എന്തൊക്കെ രീതിയിലാണോ നമ്മുടെ മാർക്കറ്റ് ചെയ്യുന്നത്, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ മാർക്കറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് കുറച്ചും കൂടി വ്യത്യസ്തമായിരിക്കും ട്രഡീഷണൽ മാർക്കറ്റിംഗ് അല്ലേ.
നമ്മൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്താൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ കൺവേ ചെയ്താലാണ് ആൾക്കാർ ഓഡിയൻസ് അട്രാക്റ്റഡ് ആവുള്ളൂ. അത് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? നമ്മുടെ കമ്പനീസ് പോസ്റ്റേഴ്സ് കൊടുക്കാം, വീഡിയോ ത്രൂ മാർക്കറ്റ് ചെയ്യാം, ബ്ലോഗ് ത്രൂ മാർക്കറ്റ് ചെയ്യാം, അവിടെ ആർട്ടിക്കിൾസ് ഇറക്കാം. ഇതെല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്? യൂട്യൂബ് വീഡിയോസ്, യൂട്യൂബ് ചാനൽസ്, ഇതെല്ലാം നമുക്ക് എന്താ ഒരു മാർക്കറ്റിംഗ് ആണ്, കണ്ടന്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതാണ് കണ്ടന്റ് മാർക്കറ്റിംഗ് എന്നുള്ള മൊഡ്യൂളിൽ വരുന്നത്. പിന്നെ ഇതിൽ ഓവറോൾ വരുന്നതാണ് ORM എന്ന് പറഞ്ഞാൽ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. നമ്മൾ എത്ര നന്നായി മാർക്കറ്റ് ചെയ്താലും ഒരു റെപ്യൂട്ടേഷൻ, ഒരു നെഗറ്റീവ് റെപ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് ചെയ്താൽ നമ്മൾ ഇതുവരെ ചെയ്ത ആക്ടിവിറ്റീസ് എല്ലാം യൂസ്ഫുൾ അല്ല, അല്ല ഒരു യൂസ് ഇല്ലാതെയാവും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒപ്പീനിയൻസ് പറയാം അല്ലേ? അതിൽ പോസിറ്റീവ് വേയും ഉണ്ട്, നെഗറ്റീവ് വേയും ഉണ്ട്. അപ്പോൾ നമ്മൾ ക്വാളിറ്റി പ്രൊഡക്റ്റ് അല്ല കൊടുക്കുന്നത്, ഇ കൊമേഴ്സ് സൈറ്റാണ്, ക്വാളിറ്റി പ്രൊഡക്റ്റ് അല്ല കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഫീഡ്ബാക്ക് കിട്ടും. അതുപോലെ തന്നെ അത് പബ്ലിക്കലി വിസിബിൾ ആയിരിക്കും. അപ്പോൾ വൺസ് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് വന്നൊരു പ്രൊഡക്റ്റിന് ആരും വാങ്ങാനായിട്ട് ഉദ്ദേശിക്കില്ല. അപ്പോൾ അത് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്ന മൊഡ്യൂളാണ് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ഫീൽഡിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അല്ലേ? ഇപ്പം മെയിനായിട്ട് 8 ഫീൽഡാണ്, 8 മൊഡ്യൂൾസ് ആണ് വരുന്നത്. ആദ്യം തന്നെ നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കണം. അതേപോലെ തന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിന് മാർക്കറ്റ് ചെയ്യണം, സെർച്ച് എഞ്ചിൻസിൽ മാർക്കറ്റ് ചെയ്യണം. അപ്പോൾ അതിന് പറയുന്ന ഓർഗാനിക് ചെയ്യാണ്, റാങ്ക് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. പെയ്ഡ് വേ നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ പേര് എന്താ പറയുന്നത്? ഗൂഗിൾ ആഡ്സ് അല്ലെങ്കിൽ PPC അഡ്വർടൈസിങ്. ഓക്കെ, അതിന് ശേഷം വരുന്നത് എന്താ? സോഷ്യൽ മീഡിയ എന്നുള്ളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അതിൽ മാർക്കറ്റിംഗ് ഒരുപാട് പേരിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നുള്ള മൊഡ്യൂളുണ്ട്. പിന്നെ ഇമെയിൽ മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യാം, അങ്ങനെ നമ്മുടെ പൊട്ടൻഷ്യൽ എൻഗേജ് ചെയ്തിരുത്താം. പിന്നെ മാർക്കറ്റിംഗ്, പിന്നെ കണ്ടന്റ് മാർക്കറ്റിംഗ് ആൻഡ് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. ഓക്കെ, അപ്പോൾ വരുന്ന വീഡിയോസിൽ ഞാൻ ഓരോന്നിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.